IPL വ്യാപാര വിപണിയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം രാജസ്ഥാൻ റോയൽസും അവരുടെ ക്യാപ്റ്റൻ സഞ്ജു സാംസണുമാണ്. സഞ്ജു ടീമിൽ തുടരുമോ, ഫ്രാഞ്ചൈസി അദ്ദേഹത്തെ മറ്റൊരു കളിക്കാരന് പകരം നൽകുമോ അതോ ലേലത്തിൽ വിടുമോ എന്നതാണത്. ഉത്തരം അത്ര ലളിതമല്ല. കാരണം കാര്യം സങ്കീർണമാണ്. നിയമങ്ങളും വ്യക്തിപരമായ കാഴ്ചപ്പാടുകളുമുണ്ട്. ഏറ്റവും വലിയ കാര്യം, ഒരു കളിക്കാരൻ തന്നെ ടീമിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഫ്രാഞ്ചൈസിക്ക് അദ്ദേഹത്തെ തടയാൻ കഴിയുമോ എന്നതാണ്. വിശ്വസനീയമായ സ്രോതസ്സുകൾ പ്രകാരം സഞ്ജു സാംസണും രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റും തമ്മിൽ ഗുരുതരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്ഥിതിഗതികൾ വളരെയധികം വഷളായതിനാൽ തന്നെ ട്രേഡ് ചെയ്യുകയോ ലേലത്തിൽ വിടുകയോ ചെയ്യണമെന്ന് സാംസൺ ഫ്രാഞ്ചൈസിയിൽ നിന്ന് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഞ്ജു സാംസന്റെ കുടുംബാംഗങ്ങളും അദ്ദേഹം ഇനി ഈ ഫ്രാഞ്ചൈസി തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ടീമുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ഇപ്പോൾ പഴയതുപോലെയല്ലെന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ള ചില IPL അന്താരാഷ്ട്ര കളിക്കാരും സ്ഥിരീകരിക്കുന്നു. നിയമപരമായി 2027 സീസൺ വരെ സഞ്ജു സാംസൺ ഇപ്പോഴും രാജസ്ഥാൻ റോയൽസുമായി കരാറിലുണ്ട്. ഈ സാഹചര്യം രാജസ്ഥാന് ഒരു പ്രതിസന്ധിയാണ്. ടീമിൽ ഉണ്ടാകാൻ ആഗ്രഹിക്കാത്ത ഒരു കളിക്കാരനെ നിലനിർത്തണോ, പ്രത്യേകിച്ച് ടീം സന്തോഷകരമായ ഒരു ഡ്രസ്സിംഗ് റൂം സ്വപ്നം കാണുമ്പോൾ. അതേസമയം ഇത്രയും വലിയ ഒരു കളിക്കാരനെ അങ്ങനെ വെറുതെ വിടുന്നത് ബുദ്ധിമുട്ടാണ്. സഞ്ജുവിന്റെ കൗമാരം മുതൽ തന്നെ അദ്ദേഹത്തെ വളർത്തിയെടുത്ത രാജസ്ഥാൻ റോയൽസ് മാനേജ്മെന്റ് ഏതെങ്കിലും ഫ്രാഞ്ചൈസി ഈ വ്യാപാരത്തിൽ താല്പര്യമുണ്ടോ എന്നറിയാൻ ഇപ്പോൾ മിക്കവാറും എല്ലാ ടീമുകളെയും ബന്ധപ്പെട്ടിട്ടുണ്ട്. വിക്കറ്റ് കീപ്പർ, ബാറ്റ്സ്മാൻമാരുള്ള ടീമുകൾ ഉൾപ്പെടെ ചില ടീമുകളുമായി പ്രാരംഭ ചർച്ചകൾ നടന്നിട്ടുമുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സ് തീർച്ചയായും സഞ്ജുവിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കളിക്കാരനെ വിട്ടയക്കരുതെന്നാണ് അവരുടെ നയം. അത്തരമൊരു സാഹചര്യത്തിൽ നേരിട്ടുള്ള വ്യാപാരത്തിന്റെ വഴി അടഞ്ഞിരിക്കുന്നു. രാജസ്ഥാന് ഇതൊരു നിർണായക ഘട്ടമാണ്. ക്യാപ്റ്റനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണമോ അതോ പുതിയൊരു അധ്യായം ആരംഭിക്കണമോ എന്ന് അവർ തീരുമാനിക്കേണ്ടതുണ്ട്. നിലവിൽ ഫ്രാഞ്ചൈസിയിൽ നിന്ന് ഔദ്യോഗിക പ്രതികരണമൊന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ പോലും സഞ്ജു സാംസൺ CSKയിലേക്ക് തന്നെ വരുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.